അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ദീനീ പ്രബോധനം എന്ന് പറയുന്നത് വേറൊരാളെ ഇകഴ്ത്താനോ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ ആവരുത്. ഞാനത് പറയാൻ കാരണം, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ പ്രബോധനം നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, അയാൾ മാത്രമേ നല്ല ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കതയുള്ള ഖുർആനിലുള്ളത് മാത്രം പറയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണ്. എന്നതുപോലെ ചുഴലി അബ്ദുള്ള എന്ന് പറയുന്ന പടുകിഴവൻ, ഇവരൊക്കെ തൊള്ളയിൽ കൂടെ വരുന്നത് തനിച്ച വിഡ്ഢിത്തവും എടുത്ത ഇബാദത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാത്തിലാക്കുന്ന കാര്യമാണ് ഇവരെ തൊള്ളയിൽ കൂടെ വരുന്നത്. ഇവരെ അള്ളാനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് സമസ്തക്കാർ മുശ്രിക്കാണ്, അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, അവർ കാഫിര്യങ്ങളാണ്, അവരെ പള്ളി അമ്പലമാണ്, അവിടുത്തെ ഇമാമ് അമ്പലത്തിലെ പൂജാരിയാണ്. ആരെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് നോക്കണം. സുബഹി മുതൽ രാവിലെ പ്രഭാതം മുതൽ സുബഹി നിസ്കരിച്ചത് മുതൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കുൻ ആലിമൻ ഔ മുത്തഅല്ലിമൻ ഔ മുഅല്ലിമൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ ഔ കമാ ഖാൽ. ഹദീസ് ഓർക്കുന്നില്ല, പേരുണ്ടെങ്കിൽ ക്ഷമിക്കണം. നീ ഒരു ആലിമാകുക, അല്ലെങ്കിൽ നല്ലൊരു അറിവുള്ള ആളാകുക, പഠിക്കുന്ന ആളാകുക, പഠിപ്പിക്കുന്ന ആളാകുക, അല്ലെങ്കിൽ എന്താകുക, അവസാനം പറഞ്ഞ് നീ ഒന്നുമല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളാകുക. അഞ്ചാമത്തെ വിഭാഗത്തിൽ പെടരുത് എന്നാണത്. നീ ഒരു മുഅല്ലിമോ മുത്തഅല്ലിമോ മുഹിബ്ബോ ഒക്കെ അങ്ങനെ പറഞ്ഞത്, അഞ്ചാമത്തെ ആളാവരുത് എന്ന് പറഞ്ഞാൽ ഈ പണിയെടുക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ. സുബഹി മുതൽ രാത്രി വരെ പാതിരക്ക് വരെ ദർസ് നടത്തുന്ന പണ്ഡിതന്മാരെ നോക്കി അവരൊക്കെ പച്ച മുശ്രിക്കാണ് എന്ന് പറയുന്ന ഈ ജാഹിലീങ്ങൾ, ഇവരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിന് വലിയ സ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഇബ്ലീസിൻ്റെ അതേ സ്വഭാവം അവർ ഏറ്റെടുത്തേക്കുക. കാരണം ഇബ്ലീസിൻ്റെ അഭിപ്രായത്തിൽ ഇബ്ലീസ് പറഞ്ഞെന്താണ്, ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് നേരിട്ട് അള്ളാഹ്ക്കാണ് ചെയ്യേണ്ടതല്ലേ, ആദം നബിക്ക് ഇപ്പോൾ കൽപ്പിച്ചാലും ഞാൻ ചെയ്യൂലാണ്. എന്നതുപോലെ നമ്മൾ ഇസ്തിഹാസ നടത്തുന്നത് അത് അള്ളാഹ് എന്നുള്ള നിലക്കല്ല നമ്മൾ ചെയ്യണത്, അള്ളാഹ് കൽപ്പിച്ച കാര്യമാണ് അതൊക്കെ. അള്ളാഹ് ബഹുമാനിച്ചതിന് ബഹുമാനിക്കൽ ഷിആറാണ് ദീനിൻ്റെ. ഈമാനിൻ്റെ അടയാളമാണ്. അള്ളാഹ് ബഹുമാനിച്ചതിന് ബഹുമാനിച്ചു, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബഹുമാനിക്കലൊന്നും ശിർക്കല്ല. ഇതറിയണമെങ്കിൽ നേരിട്ട് ബാലുശ്ശേരി ഈ കോയ നമ്മുടെ അടുത്ത് വരണം. അതിനൊക്കെ മറുപടി പറയാൻ എന്നെ പോലെയുള്ള ആളുകൾ മതി. മുജാഹിദ് ബാലുശ്ശേരിക്കും എന്ന പോലെ ചുഴലി